ആക്ച്വലി നമ്മള് 8 മണിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് സെഷനാണിത്. അപ്പം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകില്ല ഈ ടൈം ആണെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ആസ്കിങ് സോറി നേരത്തെ ഇൻഫോം ചെയ്യാഞ്ഞതില്. ഫസ്റ്റ് ചെറിയൊരു മെഡിറ്റേഷനിലൂടെ നമുക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് റിലാക്സ് ആയിരിക്കുക. മെഡിറ്റേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ജസ്റ്റ് റിലാക്സ് ആയി കണ്ണുകൾ അടച്ച് ആ ഒരു ബ്രീത്തിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നീട് എന്ത് ഇൻസ്ട്രക്ഷൻ ആണോ പറയുന്നത് ആ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുക. ഓക്കെ, ഗോ ടു മെഡിറ്റേഷൻ ഫസ്റ്റ്. നിങ്ങളുടെ കൈകളിൽ എന്തെങ്കിലും ഫോണോ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ കൈകളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ സെറ്റ് ചെയ്തോളുക. റിലാക്സ് ആയിട്ടിരിക്കുക. ഡിസ്കംഫർട്ട് ആയിട്ടുള്ള പൊസിഷനിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ കംഫർട്ട് ആയിട്ട്, തറയിലാണ് കംഫർട്ട് എങ്കിൽ അങ്ങനെ, അതല്ല ചെയറിലാണെങ്കിൽ അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നട്ടില് സ്ട്രൈറ്റ് ആക്കി വെച്ചിരുന്നോളുക. നിങ്ങൾക്ക് മെല്ലെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം. ബ്രീത്തിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ശ്വാസം മുകളിലേക്ക് എടുക്കുന്നതിനും താഴേക്ക് പുറത്തേക്ക് വിടുന്നതിനും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. Take a deep breath in. Hold on. Breathe out slowly. Again, take a deep breath in. Hold on. Breathe out slowly. Again, take a deep breath in. Hold on. Breathe out slowly. ഓരോ തവണ നിങ്ങൾ ഇൻഹേൽ ചെയ്തതും എക്സ്ഹേൽ ചെയ്യുന്നതിലേക്കും നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ചുറ്റുമുള്ള പലതിലേക്കും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും. പുറമേയുള്ള ഫാനിന്റെ സൗണ്ടും മഴയുടെ സൗണ്ടും എല്ലാ സൗണ്ടും നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടാകാം. അതിനെയെല്ലാം മാറ്റി നിർത്തി നിങ്ങൾ നിങ്ങളുടെ ബ്രീത്തിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. കൂടുതൽ കൂടുതൽ ഡീപ്പായി നിങ്ങളുടെ ബ്രീത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇൻഹേൽ ചെയ്യുന്നതും എക്സ്ഹേൽ ചെയ്യുന്നതും നന്നായിട്ട് ഫീൽ ചെയ്ത് എൻജോയ് ചെയ്ത് ബ്രീത്ത് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. Yes, good. Again, take a deep breath in. Hold on. Breathe out slowly. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീത്തിൽ വളരെ ഡീപ്പായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുകയാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട്. എവിടെയാണോ നമ്മൾ ക്ഷമിച്ചു കൊടുക്കാനുള്ളത് അവിടെ ക്ഷമിച്ചു കൊടുക്കുകയും എവിടെയാണോ നമ്മൾ ഫോർഗിവ്നെസ് ചോദിക്കാനുള്ളത് അവിടെ ഫോർഗിവ്നെസ് ചോദിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീത്തിൽ വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യാം. നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങളുടെ ദൈവത്തെ, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ, നിങ്ങൾ തമാശയിലൂടെ പോലും ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് ഏത് മുഖമാണോ വരുന്നത് അവരോട് നിങ്ങൾ ക്ഷമ ചോദിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് നിങ്ങൾ ക്ഷമ ചോദിക്കുക. നിങ്ങളെ സങ്കടപ്പെടുത്തിയ ആളുകളോട് നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കാനുള്ള മനസ്സ്. എന്താണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ടേക്ക് പോവുക. ഞാൻ എനിക്ക് വേണ്ടി, എന്റെ നന്മയ്ക്ക് വേണ്ടി, എന്റെ മുന്നോട്ടേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ക്ഷമിച്ചു തരുന്നു. എന്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ നിങ്ങൾക്ക് ക്ഷമിച്ചു തരുന്നു. എന്റെ മുന്നോട്ടേക്കുള്ള സുഗമമായ യാത്രയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ക്ഷമിച്ചു തരുന്നു. ഐ ആം ഫോർഗിവിങ് യു. ആ ക്ഷമിച്ചു തരുന്നു എന്ന് പറയുന്ന നിമിഷത്തിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എന്തോ ഒരു ഭാരം ഒഴിഞ്ഞു പോയ ഫീലാണ് നിങ്ങൾക്കുള്ളത്.
മൈൻഡ് എന്തോ റിലാക്സ് ആയ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വല്ലാത്ത ഭാരം കുറഞ്ഞ് ഒരു ലൈറ്റ്നെസ് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ലൈറ്റ്നെസ്സിന് വേണ്ടി, ഈ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു തരുന്നത്. ഇനി എൻ്റെ ഹൃദയത്തെ കൂടുതൽ വെളിച്ചമാക്കാനും കൂടുതൽ വിശാലമാക്കാനും ഞാൻ ഓരോരുത്തരുടെയായി ക്ഷമിച്ചു തരുന്നു. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിന്റെ വെളിച്ചം കൂടി വരുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയം വെളിച്ചം നിറയുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വല്ലാതൊരു റിലാക്സേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. യെസ്, ഗുഡ്. അതിനെ നന്നായി എൻജോയ് ചെയ്യുക. നമ്മൾ ഓരോരുത്തരും ഇത്രയും നാളും കൊതിച്ച റിലാക്സേഷൻ, ശാന്തത, സമാധാനം, ആ ഒരു സമാധാനം ഞാനിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ഗോഡ്. I am feeling free. I am happy. താങ്ക് യു ഗോഡ്. നിങ്ങളുടെ ദൈവത്തോട് നിങ്ങൾക്ക് നന്ദി പറയാം. മൈൻഡ് റിലാക്സേഷനും സമാധാനത്തിനും, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തോട് നന്ദി പറയാം. ഈ നന്ദി പറയുന്ന നിമിഷം നിങ്ങൾക്ക് ചിലപ്പോൾ സന്തോഷം കൊണ്ടുപോലും നിങ്ങളുടെ കണ്ണുകൾ നിറയാം. നിങ്ങളുടെ മനസ്സ് അത്ര സമാധാനത്തിലാണ് ഇപ്പോൾ, അത്ര റിലാക്സിനാണ്. വീണ്ടും വീണ്ടും ദൈവത്തോട് നന്ദി പറയാം. നന്നായി ശ്വാസം എടുത്തു വിടാം. വീണ്ടും ശ്വാസത്തിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ, ബ്രീത്ത് ഔട്ട് സ്ലോലി. Again, take a deep breath in, hold on, breathe out slowly. നിങ്ങൾ കൂടുതൽ എനർജറ്റിക് ആയി ഇപ്പോൾ മെല്ലെ കണ്ണുകൾ തുറക്കാം. നിങ്ങളുടെ കൈകൾ തിരുമ്മി കണ്ണുകളിൽ മെല്ലെ ചൂട് വെച്ച ശേഷം മെല്ലെ റിലാക്സ് ആയി കൂടുതൽ ആരോഗ്യത്തോടെ, കൂടുതൽ എനർജിയോടെ നിങ്ങൾക്ക് മെല്ലെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. എല്ലാവരും തിരിച്ചു വന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ല. മസ്റ്റായിട്ട് എല്ലാവരും വീഡിയോ കോളിൽ തന്നെ വരിക. വീഡിയോ മോഡിൽ തന്നെ വരേണ്ടതാണ്. ഇത് ആരൊക്കെയാണെന്ന് കൂടി എനിക്കറിയില്ല. അതുകൊണ്ടാണ് വീഡിയോ മോഡിൽ വരാൻ വേണ്ടി പറയുന്നത്. നമ്മൾ എല്ലാ സമയവും എല്ലാ വീക്കിലും പറയുന്നൊരു കാര്യമാണ്, വീഡിയോ മോഡിൽ വന്നിരിക്കുമ്പോൾ നമ്മളുടെ ക്ലാസ്സുകൾക്ക് കൂടുതൽ എനർജറ്റിക് ആയിരിക്കും. കാരണം നമ്മൾ എന്തായാലും ഈ ഒരു ടൈം, കുറച്ച് ടൈം നമ്മൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്. സ്പെൻഡ് ചെയ്യുമ്പം കൂടുതൽ സറണ്ടേർഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ റിസൾട്ട് ഈ കുറച്ച് സമയങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിരിക്കും. സോ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ സെൽഫിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, വീഡിയോ മോഡിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നതിന്റെ എഫക്റ്റിന്റെ 3 മടങ്ങ് എഫക്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ വരുമ്പോൾ കിട്ടുന്നതായിരിക്കും. അതായത് നിങ്ങൾ വീഡിയോയിൽ വരുന്ന സമയം നിങ്ങളെ നോക്കുന്നതോടൊപ്പം നിങ്ങൾ എന്നെ കാണുകയും എന്നെ കേൾക്കുകയും ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. സോ ജസ്റ്റ് ട്രൈ ചെയ്യുക. എന്തെങ്കിലും റീസൺസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ബട്ട് യു ക്യാൻ ട്രൈ. വീഡിയോ കോൾ വരാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഞാനിപ്പം ഒരു ട്രാവലിലാണ്, അതുകൊണ്ട് ചില ഇടയ്ക്ക് എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാം. ശരിക്കും നമ്മൾ പലപ്പോഴും പല കാരണങ്ങൾ കണ്ടെത്തി ഒരു സ്കിപ്പ് ചെയ്ത് വിടാറുണ്ട്. ഇപ്പം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഷൻ, ഇത് ഞാൻ ട്രാവലിലല്ലേ,
അത് നെക്സ്റ്റ് വീക്ക് ആകാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിലേക്ക് പോസ്റ്റ്പോണ്ട് ചെയ്യാം എന്ന് കരുതിട്ട് എനിക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. ഈ ഒരു പ്രോഗ്രാം ഞാൻ എന്തുകൊണ്ട് സ്കിപ്പ് ചെയ്തില്ല എന്ന് പറയാൻ കാരണം, ഞാൻ അങ്ങനെ ചെയ്ത് വിടുവാണെങ്കിൽ എന്നിലെ മടി കൂടുകയുള്ളൂ. കാരണം നമ്മൾ നമ്മളിൽ തന്നെ ഒരു ലേസിനെസ്, അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്ക് മാറ്റാൻ ഞാൻ സ്വയം കാരണങ്ങൾ കണ്ടെത്തുകയാണ്. നമ്മളുടെ പല ആളുകളും, ഇപ്പൊ ഞാന് പണ്ട് കുട്ടിയായിരുന്ന സമയം പറയാറുണ്ട്, അത് ചെയ്യണം ഇത് ചെയ്യണം. എന്നിട്ട് 1-ാം തീയതി, ജനുവരി 1-ാം തീയതി ഇന്ന് മുതൽ ഞാൻ ഇങ്ങനെ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും, ഇന്ന് മുതലേ പഠിക്കാൻ തുടങ്ങും എന്നൊക്കെ പറയും. ജനുവരി ആകുന്നതിന് മുമ്പ് പറയും ജനുവരി 1 മുതലേ നന്നാവും. ജനുവരി 1 2 ഈ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം ഞാൻ ആ ഒരു ദിവസം എടുക്കേണ്ട ഒരു പ്രതിജ്ഞ പോലെ എടുക്കുന്നതാണ്, അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കണം, ആ രീതിയിൽ അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം, അതല്ലെങ്കിൽ റൂം ക്ലിയർ ചെയ്യണം, റൂം നീറ്റ് ആക്കി വെക്കണം, ബുക്സ് അടുക്കി വെക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് മൈൻഡിലുണ്ടാകും. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങള് അതിനെ തടസ്സമാക്കാറുണ്ട്. നമ്മുടെ എല്ലാ ജീവിതത്തിൽ അങ്ങനെയാണ് ഉണ്ടാകാറില്ലേ? നാളെ രാവിലെ എണീക്കണം, 5 മണിയാകുമ്പോ അലാറം വെച്ച് എണീക്കണം. സാധാരണ 10 മണിക്ക് എണീക്കുന്ന ആള് 5 മണിക്ക് അലാറം വെച്ചിട്ടാണെങ്കിൽ എണീക്കില്ല. അലാറം അടിക്കുന്നു, എന്തിനാ 5 മണിക്ക് എണീക്കുന്നത്, ഒരു 10 മിനിറ്റൂടെ കഴിഞ്ഞിട്ടെന്ന് കരുതി സ്നൂസ് ബട്ടണിൽ നിൽക്കും. പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അടിക്കും. മണിയാകുമ്പോൾ നമ്മുടെ സ്ഥിരം ടൈമിലായിരിക്കും നമ്മൾ എണീക്കുന്നത്. അപ്പോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് എന്തെങ്കിലും ചേഞ്ചസ്, നമ്മളുടെ ക്യാരക്ടറിലോ, നമ്മളുടെ ബിഹേവിയറിലോ, നമ്മളുടെ ആക്ടിവിറ്റീസിലോ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കണം. എനിക്കതിൽ ചേഞ്ചസ് വരുത്തണം എന്ന് നമ്മൾ ഫസ്റ്റ് ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ആഗ്രഹിക്കണം, ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷെ നടക്കണില്ല, വെറുതെയാണ്. നമ്മളുടെ ആഗ്രഹം വളരെ തീവ്രമാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്നത്, പൗലോ കൊയ്ലോ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഡ്രീം കാണുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ തീവ്രമാണ് എങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാനായി നിങ്ങളുടെ കൂടെ നിൽക്കുമെന്നുള്ളത്. ഇപ്പോൾ പറയും, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഇത്രയും തീവ്രമായിരുന്നോ? നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ഇത്ര തീവ്രമായിട്ടായിരുന്നോ? ഒരു ഡൗട്ട് ഉണ്ടാവും, അങ്ങനെ തോന്നുന്നു. ശരിയാണ്, ഞാൻ ആ സമയത്ത് അത്ര അവിടെയാണ് നമ്മൾക്ക് തെറ്റുപറ്റിയത്. നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ തീവ്രമല്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കുകയാണ്, നമ്മൾ വളരെ ആഗ്രഹിക്കുകയാണ്, ഇപ്പൊ പുതിയ ഇറങ്ങാൻ പോകുന്ന iPhone 16 വാങ്ങണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഗ്രഹം, അതിന്റെ ഒരു വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേ ആ 16 ഇറങ്ങുന്ന ഉടനെ എനിക്ക് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഗ്രഹിക്കും. ഇറങ്ങി ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് 17 ഇറങ്ങാൻ പോകുന്നു എന്ന് ഒരു അനൗൺസ്മെന്റ് വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 16 വേണ്ട, 17 കുറച്ചുകൂടെ അപ്ഡേഷൻ ഉണ്ടാകും, അപ്പൊ 17 വാങ്ങാം. അപ്പൊ നമ്മളുടെ ആഗ്രഹം അവിടെ തീവ്രമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ 16-ൽ നിന്ന് 17-ലേക്ക് പോയത്. 17-ഉം 18-ഉം ഒക്കെ വന്നാൽ നമ്മൾ ആ 16 എന്നുള്ളതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ സ്ട്രോങ് ആയിരുന്നാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഏതാണോ വേണ്ടത് അതിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾക്ക് കിട്ടും. അതുപോലെ തന്നെ +2 കഴിഞ്ഞ കുട്ടികളോട് ചോദിക്കുകയാണെങ്കിൽ ആദ്യം ചിലർ പറയും കുറച്ചും വേറെ എന്തെങ്കിലും പോകുന്ന കുട്ടികളെ കാണാറുണ്ട്. അവർ അവസാനം ചെന്നുന്നത് ആരെങ്കിലും ഒക്കെ പറഞ്ഞ് കേട്ട് ഇന്ന കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ആയിരിക്കും അത് ചൂസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? അവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത് ആരൊക്കെയൊക്കെയോ ആണ്. അവർ അവരുടെ കൺട്രോളിലല്ല. അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ കൺട്രോളിലല്ല. അവരാഗ്രഹിച്ചത് തീവ്രമായിട്ടല്ല. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളിവിടെ പറഞ്ഞു. നമ്മളുടെ ആഗ്രഹം സാധിച്ചെടുക്കാനായി നമ്മൾ ആഗ്രഹിക്കുന്നത് വളരെ തീവ്രമായി ആഗ്രഹിക്കണം. നമ്മളുടെ മൈൻഡിനെ ആരുടെയും കൺട്രോൾ ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ വേറെ ആരുടെയും കയ്യിൽ നമ്മൾ കൊടുക്കാൻ പാടില്ല. നമ്മളുടെ മൈൻഡിന്റെ കൺട്രോളർ നമ്മളായിരിക്കണം.
ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഫോണിന്റെ കാര്യത്തിൽ തന്നെ എക്സാമ്പിൾ പറയാം. നമ്മൾ ആ ഫോൺ ചൂസ് ചെയ്യുന്നത് ചിലപ്പോൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങൾ അത് ചൂസ് ചെയ്തതിന് കാരണം അത് നിങ്ങളുടെ ഫ്രണ്ട് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഭംഗി കണ്ടിട്ടായിരിക്കാം, അതിന്റെ കോൺഫിഗറേഷൻ കണ്ടിട്ടായിരിക്കാം. എന്ത് എങ്കിലും ഫാക്ടർ കൊണ്ടാകാം നമ്മളത് ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെ അതിനെ വേണ്ടാന്ന് വെക്കാനും നമ്മളുടെ മൈൻഡിൽ ചില റീസൺസ് ഉണ്ടാകും. ആക്ച്വലി പറഞ്ഞു പോയത് 3 കാര്യങ്ങളാണ് ഇപ്പോൾ. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഒരു കാര്യം അവോയ്ഡ് ചെയ്യാൻ ആവശ്യമില്ലാത്ത റീസൺസ് നമ്മൾ അതിൽ ആഡ് ചെയ്യാതിരിക്കുക. ഇപ്പോ നമ്മൾ ആഗ്രഹിക്കുകയാണ്, നമ്മൾക്ക് ഒരു എക്സാം ആണ്, അതിന് ഇത്ര മാർക്ക് വാങ്ങണം നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് എനിക്കിതിന് പാസ്സാകണം, എങ്ങനെയെങ്കിലും എനിക്കിത് പാസ്സാകണം നമ്മൾ ആഗ്രഹിച്ച് പഠിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം പഠിച്ച് ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാന്ന് കരുതും. റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അവിടെ പോയി കിടന്നുറങ്ങും. എന്നിട്ട് മടി നമ്മുടെ പഠിത്തം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നമ്മൾക്ക് ഇനിയിപ്പൊ ഇന്ന് ഇത്രയൊക്കെ പഠിച്ചില്ല, ഇന്ന് നാളെ പഠിക്കാം. അതായത് നമ്മളുടെ ലൈഫിന്, നമ്മളുടെ ഓരോ ദിവസത്തിനും ഒരു റൊട്ടീൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ റൊട്ടീൻ അനുസരിച്ച് പോകും. ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികൾ രാവിലെ എണീക്കണം. ഇപ്പം 8 മണിക്ക് സ്കൂളിൽ പോകുന്ന ചിലരാണെങ്കിൽ 6 മണിക്ക് എണീക്കുന്ന ആളുകളുണ്ട്, 7 മണിക്ക് എണീക്കുന്ന ആളുകളുണ്ട്, പക്ഷെ 5 മണിക്ക് നേരത്തെ എണീക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മളുടെ ലൈഫിൽ റൊട്ടീൻ കണ്ടെത്തുന്നത് നമ്മളാണ്. ഒരു റൊട്ടീൻ സെറ്റ് ചെയ്യുന്നത് നമ്മളാണ്. 5 മണിക്ക് എണീക്കണം എന്ന് നമ്മൾ തീവ്രമായി ആഗ്രഹിച്ചു 5 മണിക്ക് എണീറ്റ് എനിക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്ത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ഒരു പണിയും ഇല്ല, എനിക്ക് 8 മണിക്ക് സ്കൂളിൽ പോയി, അപ്പൊ 7:30 ആയാലും എണീറ്റ് കുളിച്ച് ഭക്ഷണം കഴിക്കുക, ഇത്രയും കാര്യമുള്ളൂ. അങ്ങനെ വേണമെങ്കിലും സ്കൂളിൽ പോകാം. അപ്പൊ നമ്മുടെ ലൈഫിനെ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാൻ നമ്മൾക്കാണ് സാധിക്കുക. 8 മണിക്ക് പോകേണ്ട സ്കൂളിൽ 7:30 എണീറ്റും പോകാം. 5 മണിക്ക് എണീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട്, സാവധാനമായിട്ട്, നീറ്റ് ആയിട്ട്, പക്കായിട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ പോകാം. ഒരു ബ്രാൻഡഡ് കാറും ഒരു ലോക്കൽ കാറും യൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും അത്. ഒരു ബ്രാൻഡഡ് കാറിന് നമ്മൾ എത്ര മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും എന്റെ ബെൻസ് അല്ലെങ്കിൽ എന്റെ ഓടി, എന്റെ റോൾസ് റോയ്സ്, അതിന് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. ഈ കാർ കാണുന്ന സമയത്ത് മറ്റുള്ളവരുടെ കണ്ണിൽ സൂപ്പർ, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ക്യാരക്ടറും. എല്ലാ കാര്യത്തിനും ഒരു അച്ചടക്കത്തോടെ നമ്മൾ സെറ്റ് ചെയ്യുക. എല്ലാ ദിവസവും ആ ഒരു അച്ചടക്കത്തോടെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മൈൻഡിൽ മൊത്തത്തിൽ ആ ഒരു അച്ചടക്കം ഉണ്ടാകുന്നത് പുറത്തേക്ക് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ നമ്മളുടെ ഫ്രണ്ട്സില്, നമ്മുടെ ടീച്ചേഴ്സില്, നമ്മുടെ പേരൻസില്, നമ്മുടെ പാർട്ട്നേഴ്സില് ഈ അച്ചടക്കം ഇവരിലെല്ലാം റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മളുടെ റിഫ്ലക്ഷൻ ആണ് ശരിക്കും നമ്മളുടെ ചുറ്റുമുള്ള ഓരോ ആളുകളും. അപ്പോ നമ്മളുടെ ലൈഫില്, നമ്മളുടെ ഒരു ദിവസത്തിന് ഒരു അച്ചടക്കം കൊണ്ടുവരാനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം. അതായത് ഇപ്പം ഇന്ന് നൈറ്റ് നമ്മൾ തീരുമാനിക്കുകയാണ്, നാളെ മുതൽ ഞാൻ നന്നാകുകയാണ്. നന്നാകാൻ തീരുമാനിച്ചിട്ട് 10 മണിക്ക് എണീക്കുന്ന ആൾ 5 മണിക്ക് അലാറം സെറ്റ് എണീക്കുക എന്ന് പറയുന്നത്, സോറി ട്ടോ, 5 മണിക്ക് എണീക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പൊ 10 മണിക്ക് എണീക്കുന്ന ആള് പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് 9 ആക്കണം. 9 ഓക്കെയാണ്, ഒരു കുറച്ച് ദിവസം 9 മണി പോകും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 8 o'clock സെറ്റ് ചെയ്യാം. പിന്നെ 7, 6, 5 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് 5 എത്തുകയാണെങ്കിൽ നമുക്ക് അത്രയും റിസ്ക് ആയിട്ടൊരു കാര്യം നമ്മൾ ചെയ്തതായിട്ട് തോന്നില്ല, ഒത്തിരി ഹെവി ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷെ 10ൽ നിന്ന് ഓട്ടോമാറ്റിക്കലി 5ലേക്ക് ആകുമ്പോഴത്തേക്ക് ഞാൻ വലിയ എന്തോ സംഭവം ചെയ്തു. ഒരാഴ്ച ചെയ്യും, അടുത്ത ദിവസം 8ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ബാക്കിലേക്ക് പോകും. ബാക്ക് ടു നോർമൽ എന്നല്ല, ബാക്ക് ടു ബാക്കിലേക്ക് പോകും. നേരത്തെ ഉണ്ടായിരുന്നതിലും മോശാവസ്ഥയിലേക്ക് പോകും. അപ്പം ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക്, ഇപ്പം എല്ലാവരും ജനുവരി 1 തുടങ്ങാൻ പോകുന്ന കാര്യങ്ങൾ പോലെ നാളെ മുതൽ നിങ്ങളുടെ ലൈഫിൽ കുറെ ചേഞ്ചസ് വരുത്താൻ പോകും. ഇത്രയും ദിവസങ്ങൾ അല്ലെങ്കിൽ ഇത്രയും നാളുകൾ നിങ്ങൾ ചെയ്യാൻ വിചാരിച്ച പല കാര്യങ്ങളും പെൻഡിങ്ങിൽ ഉണ്ടാകാം. റിസ്ക് ആയിട്ടുള്ള ഫാക്ടറിലുള്ള തുടങ്ങേണ്ടത് എന്തെങ്കിലും 1 or 2 കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെക്കുക. ഞാൻ രാവിലെ എണീറ്റ്
ഓക്കെ, നോർമലി എണീക്കുന്ന സമയത്ത് തന്നെ എണീക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള റൂം ക്ലീൻ ചെയ്യുക എന്നുള്ളത് കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ടു ഡു ലിസ്റ്റ്, ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് ടു ഡു ചെയ്യാനുള്ളത്, ടു ഡു ചെയ്യാനുള്ളതാണ്. തീർച്ചയായിട്ടും ചെയ്യും എന്ന ഉള്ള ഒരു ആത്മാർത്ഥ ഇതിൽ, ചെയ്യും എന്ന കോൺഫിഡൻസിൽ നമ്മൾ ആ ലിസ്റ്റ് എഴുതുക. 1 2 3 3 കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എന്തും ചെയ്യാൻ കഴിയും. നിങ്ങളുടെ മൈൻഡിലേക്ക് ഫസ്റ്റ് വരുന്ന ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ എന്തെങ്കിലും ബുക്സ് അടുക്കി വെക്കുന്നതാണ്, അതൊന്ന് അടുക്കുക, അത് റാക്ക് ഒന്ന് അടുക്കി വെക്കാമെന്ന് തീരുമാനിക്കാം. അല്ലെങ്കിൽ കിച്ചണിൽ കുറെ യൂസ് ചെയ്യാത്ത പാത്രങ്ങളുണ്ട്, അതൊന്ന് മാറ്റി ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാൻ തീരുമാനിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ കുറെ ക്ലോത്ത്സ് വാഷ് ചെയ്യാനുണ്ട്, അത് കുറെ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യാത്തതാണെങ്കിൽ ക്ലീൻ ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാന്ന് വിചാരിക്കാം. അതുപോലെ സിമ്പിൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ടു ഡു ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് നാളെ നിങ്ങൾ ആ കാര്യം ചെയ്യുക. ടൈം അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ട് എനിക്കിത് ചെയ്യണം, എന്നിൽ ചേഞ്ചസ് ആവശ്യമാണ്, ഞാൻ ചേഞ്ച് ചെയ്യും. ഞാൻ ഇപ്പോൾ ഒരു തീരുമാനം എടുത്താൽ തീർച്ചയായിട്ടും അടുത്ത ദിവസം എനിക്ക് ഇതിലും കൂടുതലായിട്ട്, ഇതിലും നന്നായിട്ട്, ഇതിലും പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് അടുത്ത കാര്യം ചെയ്യാൻ കഴിയും. ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഞാൻ നേടിയെടുക്കും, ചെയ്തു തീർക്കും എന്ന് മനസ്സിൽ ഒരു കോൺഫിഡൻസോട് കൂടി, ഐ ക്യാൻ ഡു എന്നുള്ളൊരു കോൺഫിഡൻസ്, ഇത് മോട്ടിവേഷൻ ഒന്നും അല്ല കേട്ടോ, ഐ ക്യാൻ ഡു എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ മൈൻഡിൽ കൊടുത്തതിന് ശേഷം നമുക്കത് ചെയ്തു തീർക്കാം, ഈസി ആയിട്ട് ചെയ്തു തീർക്കാം. ആക്ച്വലി ഞാനും തുടങ്ങിയത് ഇങ്ങനെയാണ്. ലോകത്തിലെ മടിയന്മാരുടെ കൂട്ടിൽ ഏറ്റവും മടി കൂടിയ ആളാണ് ഞാൻ, വിശ്വസിച്ച ആളാണ് ഞാൻ. കാരണം അത് വിശ്വസിച്ചത് ഞാൻ ചേഞ്ച് ആയതിനു ശേഷമാണ്. എനിക്ക് ഇത്രയും മടി ഉണ്ടായിരുന്നല്ലോ എന്ന്. അപ്പൊ ഞാൻ ഫസ്റ്റ് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഞാൻ ഒരു 5 ലിസ്റ്റ് ചെയ്തു. അതും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഒന്നാമത്തെ ടു ഡു ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്റെ കബോർഡ് ക്ലീൻ ചെയ്യായിരുന്നു, കബോർഡിലെ തുണി അടുക്കിയൊക്കെയാണ്. രണ്ടാമതെന്ന് വെച്ചാൽ എന്റെ മേശയൊക്കെ ക്ലിയർ ചെയ്യലാണ്. മൂന്നാമത്തത് കിച്ചണിലെ 2 റാക്ക്, കൂടുതലുണ്ട്, 2 റാക്ക് ഒന്ന് ക്ലിയർ ചെയ്യാം. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം, ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു തീർക്കും. എന്റെ വാക്ക് ചില മൂവിക്ക്, എന്റെ വാക്ക് ഒരൊറ്റ വാക്കേ ഉള്ളൂ എനിക്ക്, ഐ വിൽ ഡു. ഞാൻ പറഞ്ഞാൽ ഞാനത് ചെയ്തിരിക്കും. ആ ഒരു കോൺഫിഡൻസിൽ നമ്മളങ്ങ് ചെയ്തേക്കാം. അപ്പൊ അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് നമ്മൾ പെൻഡിങ്ങിലിട്ട കുറെ കാണുമല്ലോ, നമ്മൾക്ക് ഓർമ്മ വന്നതുപോലെയുള്ള പെൻഡിങ്ങിലിട്ട കുറെ വർക്ക് ഉണ്ടാവും. അങ്ങനെ സിമ്പിൾ 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 ആയിട്ടുള്ളത് തുടങ്ങി 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 കുറച്ച് ഹാർഡ് ആയിട്ടുള്ളത്, കുറച്ച് റിസ്ക് ആയിട്ടുള്ളതല്ല, മീൻസ് ഹെവി ആയിട്ടുള്ള വർക്ക് എന്നല്ല, റിസ്ക് എന്നല്ല, ജസ്റ്റ് കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കുകൾ നമുക്ക് ചെയ്തു തീർക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ചെറിയ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച്, ഞാൻ 3 എഴുതിച്ച 3 ഫിനിഷ് ചെയ്ത, സൂപ്പർ, ഐ ആം സൂപ്പർ. നമ്മളെപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മൾ ആ 3 ടാസ്ക് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഐ ഡിഡ്, ഞാൻ ചെയ്തു, എനിക്ക് ചെയ്യാൻ കഴിയും, ഞാൻ ചെയ്തു എന്ന് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ സെൽഫിന് ഒരു ഹാപ്പിനെസ് ഉണ്ടാകും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമ്മളുടെ സെൽഫിന് ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ ചെയ്യുമെന്ന് പറയുന്ന കാര്യം എനിക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയാ, സൂപ്പർ, ഞാൻ അടിപൊളിയാണ് കേട്ടോ, അൻസി അടിപൊളിയാണെന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരോട് നിങ്ങളുടെ പേര് വിളിച്ചിട്ട്, ധന്യ അടിപൊളിയാണ്, അതല്ലെന്നുണ്ടെങ്കിൽ ഡോണ അടിപൊളിയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വിളിച്ചിട്ട് നിങ്ങൾക്ക് പറയാം, ഞാൻ സൂപ്പർ, ഐ എം സൂപ്പർ, ഞാൻ ഐ ഡൺ, ഐ ക്യാൻ ഡു, ഐ ക്യാൻ ഡൺ എന്ന് പറഞ്ഞു വിട്ട് നമുക്ക് എഴുതി വെക്കാം, എനിക്ക് സാധിക്കും, ഐ ക്യാൻ, സാധിക്കും, സാധ്യമാകാത്ത ഒന്നുമില്ല. ഞാൻ പൈലോക്കോയുടെ കോട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ആഗ്രഹിക്കുന്നത് എന്തും അതിതീവ്രമായി നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചെടുക്കാൻ ഈ പ്രപഞ്ചശക്തി മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും, നിങ്ങളുടെ ആഗ്രഹം സാധിച്ചെടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചു പഠിക്കുക. ബുക്സ് വായിക്കാൻ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പൈലോക്കോയിലൂടെ ആൽക്കമിസ്റ്റ് വായിച്ചു തുടങ്ങുക. ആൽക്കമിസ്റ്റ് ബുക്ക് വായിക്കാനും മടിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കേൾക്കാൻ കഴിയും. ഇപ്പോ ഓഡിയോസ് ഒക്കെ അവൈലബിൾ ആണ്, നല്ല രീതിയിൽ കഥ പറഞ്ഞു തരുന്നത് പോലെ ഈ ആൽക്കമിസ്റ്റ് ഒക്കെ പറഞ്ഞു തരും. പതുക്കെ ഇരുന്ന് കേൾക്കാം. അപ്പൊ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം, കാണാൻ ഇഷ്ടമുള്ളവർക്ക് കാണാം, വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വായിക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നമ്മൾ 3 കാര്യങ്ങൾ ആദ്യം പറഞ്ഞു, അതിനുശേഷമാണ് നമ്മൾ എങ്ങനെയാണ് പുതിയൊരു കാര്യം ചൂസ് ചെയ്ത് പുതുതായ ഒരു കാര്യം എങ്ങനെ എവിടുന്ന് തുടങ്ങും എന്ന് പഠിക്കുകയാണ്. ശരിക്കും തുടക്കത്തിൽ നിന്നും നമ്മൾ ക്ലിയർ ചെയ്ത് പോയാല്
നമ്മൾ എൻഡിൽ സൂപ്പറായി എത്തുള്ളൂ. അപ്പൊ നമ്മൾ ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, അതായത് ഒരു കൊച്ചുകുട്ടി അത് 1 വയസ്സാകുന്നതിന് തൊട്ട് മുമ്പാണ് ഇങ്ങനെ മെല്ലെ നടന്ന് പഠിക്കുന്നത്. ചിലർ 1 വയസ്സാകുമ്പോഴേക്കും നടന്ന് വീണ്ടൊക്കെയായിരുന്നു നടന്ന് പഠിക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് സംഭവിക്കും. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ സമാധാനിപ്പിക്കുക. നമ്മളെ സമാധാനിപ്പിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്മളെ സമാധാനിപ്പിക്കുക. അത് ഞാൻ തുടങ്ങിയതിന്റെയാണ്. പിച്ച വെച്ചിട്ടല്ലേ ഉള്ളൂ, പതിയെ പിച്ച വെച്ച് നടക്കുകയല്ലേ. അപ്പൊ അതിൽ ചില മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാം. നെക്സ്റ്റ് ഇതിലും സൂപ്പറായിട്ട് ഞാൻ ചെയ്യും. നമ്മളെ എൻകറേജ് ചെയ്യാനും നമ്മളെ ഡിസെൻകറേജ് ചെയ്യാനും നമ്മൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ തീരുമാനിക്കുക. എനിക്ക് കഴിയും എന്ന് കരുതി, എന്നെ കൊണ്ട് സാധിക്കും എന്ന് കരുതി ഒരു പുതിയൊരു അധ്യായം നിങ്ങൾ തുടങ്ങണോ? എനിക്കൊന്നും എന്നെ കൊണ്ടൊന്നും പറ്റുമൊന്നുമില്ല, ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്തു പോകും, എനിക്ക് പറ്റുമ്പോഴൊക്കെ ചെയ്യും. ഇങ്ങനൊക്കെ ചെയ്യാന് വേറെ ആളെ നോക്കി, ഞാനും ഒക്കെയാണ്, ഞാനിനി നന്നാവാനൊന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഈ ലോകത്ത് വിജയിച്ചവരെല്ലാവരും പിച്ച വെച്ച് പതിയെ മെല്ലെ മെല്ലെ നടന്ന് പഠിച്ച് വീഴ്ചയിൽ നിന്നെല്ലാമാണ് ഉയർന്നെഴുന്നേറ്റ് പോയിട്ടുള്ളത്. അതുകൊണ്ട് വീണായിരിക്കും നമ്മൾ പഠിക്കുന്നത്. പക്ഷെ വീഴാൻ വേണ്ടി ശ്രമിക്കാൻ പാടില്ല. ഞാൻ വീഴില്ല എന്ന് കോൺഫിഡന്റോടുകൂടി നമ്മൾ മുമ്പോട്ടേക്ക് നടക്കുമ്പോൾ നമ്മൾ വീഴാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുന്നത്. അതല്ല, വീഴും എന്നാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഴും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അവർ തോട്ട് ക്യാൻ ക്രിയേറ്റ് എനിത്തിങ്. നമ്മളുടെ ചിന്തകൾക്ക് എന്തും സാധിക്കാനുള്ള കഴിവുണ്ട്. എന്തും നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും സാധിച്ചെടുക്കാൻ കഴിയും. നല്ലതാവട്ടെ മോശമാകട്ടെ. കണക്ട് പൈലോക്കോയിലോ ഒന്നുകൂടെ കണക്ട് ചെയ്യാം. എന്തും സാധിച്ചെടുക്കാൻ കഴിയും. എന്തും പറ്റും. നടക്കുമെന്ന് ഉറപ്പില് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, അതിതീവ്രമായി ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ 100% ഉറപ്പാണ് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളത്. പക്ഷെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. മഹദി ഹീലിംഗ് ക്ലിനിക്കിന്റെ അണ്ടറിൽ നടത്തുന്ന പ്രോഗ്രാമാണ് ഹെൽത്തി ബോഡി ആൻഡ് വെൽത്തി മൈൻഡ് എന്നുള്ള അണ്ടറിൽ നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. ആക്ച്വലി ഈ ജൂലൈ 1 മുതൽ ലാസ്റ്റ് വരെ നമ്മളുടെ ആനിവേഴ്സറി ആണ്. 13th ആനിവേഴ്സറി, മഹദി ഹീലിംഗ് ക്ലിനിക്കിന്റെ 13ാമത്തെ ആനിവേഴ്സറി ആണ് ഇപ്പൊ വരുന്നത് ജൂലൈയില്. അപ്പൊ ജൂലൈ 1 മുതൽ ലാസ്റ്റ് വരെ നമ്മൾ പല പ്രോഗ്രാംസ് ഇങ്ങനെ കണ്ടക്ട് ചെയ്ത ഫ്രീ പ്രോഗ്രാംസും അവയർനെസ് ക്ലാസ്സുകളും അക്യുപങ്ചറിനെ കുറിച്ചുള്ള അവയർനെസ് ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ കണ്ടക്ട് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ ജൂലൈ ലാസ്റ്റ് വീക്ക് നമ്മൾ ഫ്രീ കൺസൾട്ടേഷൻ നമ്മളൊരു ക്യാമ്പ് സെറ്റ് ചെയ്യുന്നുണ്ട്. 4 ക്ലിനിക്കിലായിട്ട് നമ്മൾ 4 ദിവസത്തെ ഫ്രീ ക്യാമ്പ് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോ നമ്മളുടെ ഇന്നത്തെ ഇവിടുത്തെ പ്രോഗ്രാം അവസാനിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് വീക്ക് നമ്മളുടെ ആനിവേഴ്സറി സ്പെഷ്യൽ ആണ്. അപ്പൊ മസ്റ്റ് ആയിട്ടും നെക്സ്റ്റ് വീക്ക് നമുക്ക് അടിച്ചു പൊളിക്കണം. മസ്റ്റ് ആയിട്ടും എല്ലാ ആളുകളും നെക്സ്റ്റ് വീക്ക് ലൈവിൽ തന്നെ, വീഡിയോ മോഡിൽ തന്നെ വരിക. നിങ്ങൾ നത്തിങ്നെസ് ആയിട്ട്, ഫ്രീ ആയിട്ട്, കാമായിട്ട്, ബ്ലാങ്ക് ആയിട്ട് എന്തും റിസീവ് ചെയ്യാനുള്ള മൈൻഡിൽ, നിങ്ങൾക്ക് ചേഞ്ച് ആകണം എന്നുള്ള മൈൻഡിൽ നിങ്ങൾ തീർച്ചയായും നെക്സ്റ്റ് വീക്ക് വന്നിരിക്കുകയാണെങ്കിൽ ആ ഒരു ദിവസം മതി നിങ്ങൾക്ക് മാറ്റി ചിന്തിക്കാൻ. ആ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാറി ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ചിന്തകൾ മാറ്റാൻ സാധിക്കും. നിങ്ങൾക്ക് എന്ത് നേടാൻ സാധിക്കും. പക്ഷേ സറണ്ടേർഡ് ആയിട്ട് വീഡിയോ മോഡിൽ എനിക്ക് വേണം, എനിക്ക് ചേഞ്ച് ആകണം, എന്നിൽ മാറ്റങ്ങൾ വരുത്തണം എന്നൊരു മൈൻഡ് സെറ്റിൽ ഇരുന്നാൽ മാത്രമേ മാറാൻ കഴിയുള്ളൂ. ആഗ്രഹിച്ചാൽ മാത്രമല്ലേ നേടാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ വീണ്ടും പൈലോക്കോയിലോ എല്ലാം കണക്ട് ചെയ്യുന്ന അതിലേക്കാണ്. പൈലോക്കോയിലെ മാത്രം പറഞ്ഞ് ഞാൻ പല ഓതേഴ്സിന്റെ പറയുകയാണെങ്കിൽ വെറുതെ കൺഫ്യൂസ്ഡ് ആകത്തുള്ളൂ. ഇത് ഒരെണ്ണമാണെങ്കിൽ ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറും. തലയിലേക്ക് മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിലേക്കും. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീവ്രമാണെങ്കിൽ ഈ പ്രപഞ്ചശക്തി മുഴുവൻ ആഗ്രഹം സാധിച്ചെടുക്കാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. അപ്പം ആഗ്രഹിക്കുക, ആത്മാർത്ഥമായിട്ട് ഇഷ്ടത്തോടെ ആഗ്രഹിക്കുക, ഇത് നേടിയെടുക്കുക. ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ.
ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. ഗുഡ് നൈറ്റ്, ബൈ. നെക്സ്റ്റ് വീക്ക് കാണാം. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്വയറീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലിയോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്യാം. ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തിട്ട് കോമൺ ആയിട്ട് അതിന്റെ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.